ഡൽഹിയിൽ നിന്ന് തന്നതാ. പണം വേണമല്ലേ? നാളെ തരാം. ശിവരാമ, ഒന്ന് വരൂ. എന്താ വേണ്ടേ? ഇതിന്റെ പുറത്ത് അളന്ന് ഒന്നെടുത്തു തരൂ. എന്താ കൊച്ചമ്മേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. ഇതൊന്ന് പിടിച്ചു തരൂ. ഞാൻ പോകും. എന്തിനാടി ഇത്രയും വില കൂടിയതൊക്കെ മേടിച്ചത്? അവൾ എടുത്തോട്ടമ്മേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നല്ലേ. അമ്മയ്ക്ക് എന്നാ കടമൊക്കെ കൊടുത്തു വീട്ടിട്ട് ബാക്കിക്ക് അരി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചേക്ക്. അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് കുടിച്ചു കളയും. ഇപ്പൊ അച്ഛന് കുടിയില്ല പിടിയില്ല. മോള് പോയതിനു ശേഷം പണ്ടത്തെ പിന്നത്തെ ദാരിദ്ര്യം. അച്ഛനൊന്നും ഇല്ലേടി മോളെ. ഒരു ₹2 ആടി കള്ളു കുടിക്കാനായിട്ട് വാ കഴിക്കുന്നു. അച്ഛൻ കള്ളു ഷാപ്പിലേക്കുള്ള വഴി മറന്നതായിരുന്നു. സാവിത്രി, നീ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ പോണം. ഞാനും ആ വഴിക്കാ പോകുന്നത്. ഞാൻ കൊണ്ട് ഞാൻ പോട്ടെ. എന്താ കൊച്ചമ്മേ? എന്റെ പുറത്ത് ഒന്ന് നോക്ക്. ഒന്ന് കൈയിട്ട് നോക്കൂ. ഒന്ന് കൈയിട്ട് നോക്കിക്കേ. ഇവിടെ ഇവിടെ കൊച്ചമ്മേ, ഇവിടെ ഇപ്പോ എനിക്ക് എന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എത്ര നന്നായി. ശിവരാമ, ഞാനൊരു സ്ത്രീയാണ്. എന്റെ ഭർത്താവിന് സുഖമില്ല. അദ്ദേഹത്തിന് ഒന്നിനും വയ്യ. പെണ്ണുങ്ങൾക്ക് അവരുടെ ദൈവം ഭർത്താവാണ് കൊച്ചമ്മേ. ഞാനിവിടെ ജോലി ചെയ്ത് അദ്ദേഹം തരുന്ന പണം കൊണ്ടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഉണ്ണുന്ന ചോറിന് ഒരിക്കലും ഞാൻ നന്ദിയോട് കാണിക്കില്ല. കൊച്ചമ്മേ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ പോകുന്നു. അയ്യോ, എന്തു പറ്റി? സാവിത്രി, മോളെ സാവിത്രി. അയ്യോ, ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. പേടിക്കാനൊന്നുമില്ല.
സാവിത്രി ഗർഭിണിയാണ്. ആരാണിത്? കരയുന്നു. ഇതിന്റെ ആളാരെന്നാ ചോദിച്ചത്? നിന്റെ തന്തയും തള്ളിയും ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? പറയടി, ആരാത്? നീ പറയില്ല ആരാന്ന്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ചവിട്ടി കൊന്ന് കുളിച്ചുകൂടെ ഇവിടെ പറഞ്ഞേക്കാം. പറയ ആരാണ്? അമ്മയുടെ മോനാണ്. ഞാൻ നിന്നെ എന്റെ മോളെ പോലെയാണ് കരുതിയിരുന്നത്. ആ നീ എന്നോടിത് കാണിച്ചല്ലോടി. നല്ലവളാണെന്ന് വിചാരിച്ചാണ് നിന്നെ ഈ കുടുംബത്തിൽ ഞാൻ കയറ്റിയത്. എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനെ തകർത്താണല്ലോടി. ഇതിനേക്കാൾ എനിക്കല്പം വിഷം തന്നെ കൊന്നിട്ട് എന്റെ വിഷം നിനക്കിത് ചെയ്യാമായിരുന്നു. എന്റെ പൊന്നുമോളെ, നിങ്ങൾക്കൊക്കെ സഹായമല്ലാതെ ഈ അമ്മ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ എന്നോടിത് വേണോ? എടാ, അവിടെ നില്ല. നീ എന്റെ മോനാണോടാ? എന്താടാ ഈ കാണിച്ചത്? എന്താ അമ്മേ? എന്താ? എന്താണെന്നോ നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? എടാ, ഇവിടെ നിനക്കറിയാമോ? ഇവിടുത്തെ വേലക്കാരി പെണ്ണ്, ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നാണ് ഇവൾ പറയുന്നത്. വാസ്തവണോടാ? ആണെങ്കിൽ ഈ നിമിഷം ഇവളെയും കൂടി പടിയിറങ്ങണം. അതാണ് ശരി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ജീവിക്കാൻ. എടാ, നിനക്ക് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാനുള്ള വകതില്ലാതെ പോയല്ലോടാ. ഇറങ്ങണ അവളെയും കൊണ്ട്. അയ്യോ അമ്മ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവിടെ എങ്ങനെയാ പറഞ്ഞത്? സത്യം പറ, ഇവനാണോ? അതെ അമ്മയുടെ ഈ മോൻ തന്നെയാണ്. എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്നെ രക്ഷിക്കണം. എനിക്ക് വേറെ ആരുമില്ല. സാവിത്രി, നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനോ? നിനക്ക് എവിടുന്ന് ഒരു അബദ്ധം പറ്റി? ആരോ നിന്നെ ചായച്ചു? ആരാ? പറ. അവനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. നീ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നത്? പാവം അമ്മയോട് അത് വിശ്വസിച്ചു. സാവിത്രി, നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. അമ്മയ്ക്കിത് വരണം. പിടിച്ചു നിർത്തിക്ക് ഓരോ നിന്നെ മോളെന്നും പറഞ്ഞോണ്ട് ഇപ്പൊ ചീത്ത പേര് എനിക്കായി. മതിയായല്ലോ. ഒന്നും പറയണ്ട പച്ചമ്മേ. ഇതിങ്ങനെയൊക്കെ സ്വഭാവമായത്. ഏതെങ്കിലും കൊള്ളാവുന്ന വീട്ടിൽ കയറി വിലക്ക് നിൽക്കുക, എവിടെയെങ്കിലും പോയി ഇതുപോലെ ഒന്ന് സമ്പാദിച്ചു വരിക, എന്നിട്ട് തറവാട്ടിൽ പറഞ്ഞ പിള്ളേരെ തലയെ കെട്ടിവെക്കുക. സ്വത്തിന് അവകാശിയായല്ലോ. താൻ ഒന്നും പറയില്ല. അമ്മയ്ക്ക് ഇപ്പൊ ഇവളെ വിശ്വാസം. അമ്മ ഒരു കാര്യം ചെയ്യും, ഇവളെ പിടിച്ച് മരുമകളാക്കി ഇവിടെ ഇരുത്തിക്കോ. വല്ലവന്റെ കൊച്ചിനെ എന്നാ എനിക്ക് വയ്യ. ഞാൻ പോവാ. പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോനെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്, അങ്ങനെയല്ല വളർത്തിയത്. എന്റെ മോനെ കുറിച്ച് വേണ്ടാതീനം പറയുന്നു. ഇറങ്ങി പുറത്ത്. ഇല്ലമ്മേ, ഞാൻ പോവില്ല. അമ്മ എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അമ്മ എന്നെ കൊന്നുകളാം. ഞാൻ പോവില്ല അമ്മേ. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. പിള്ളേ, ഇവിടെ അയച്ചേക്കൂ. നീ പോകത്തില്ലേ?
മാധവി അറിയുന്നതിന് സാവിത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൾ ഇവിടുന്ന് ഒരു കുഴപ്പം കാണിച്ചിട്ടാണ് പോയത്. അവൾ ഗർഭിണിയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അവളവിടെ കൊണ്ടുപോയി നിർത്തിയില്ലേ? വലിയ വീട്ടിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടിയില്ലേ? എന്താ ആരോന്നും വേണ്ടാത്തത്? ഇപ്പൊ അവളെ ആർക്കും വേണ്ടല്ലേ? അവൾ എന്റെ പെങ്ങളാ. എനിക്ക് അവളെ വേണം. എന്താടാ? എവിടെടാ സാവിത്രി? സാവിത്രി നിനക്ക് മനസ്സിലായില്ലല്ലേ? എവിടെടാ അവള്? പറടാ, എവിടെ കൊണ്ട് കുഴിച്ചിട്ടുണ്ടോ? ഇവൻ അവളെ നശിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ അമ്മമാരും കൂടെ അവളെ എന്ത് ചെയ്തു? അവളുടെ കുഞ്ഞിന്റെ തന്റെ അന്വേഷിച്ച് നീ പഠിക്കാത്ത കയറി പോകരുത്. അത് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇവനാണ് അവളെ നശിപ്പിച്ചത്, മറ്റാരുമല്ല. ആണോ? എങ്കിൽ അവളും കൂടി അതിന് സമ്മതിച്ചിട്ടാണ്. കൊല്ലാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളേരാരും വിളിക്കുന്നവന്റെ കൂടെ പോകില്ലടാ. നീ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ? അവൾ അത്ര നല്ലവളായിരുന്നെങ്കിൽ ഇവൻ വിളിച്ചപ്പോ എന്തിനാ അവന്റെ കൂടെ പോയി? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവനെ തല്ലടാ, തല്ല്.
ഇത്തിരി വെള്ളം തരാവോ കുടിക്കാൻ? ആ. സാവിത്രി, 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 നീ ഇവിടെ? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാം. ഇതെന്റെ പെങ്ങളാണ്, ഞാനവിടെ കൊണ്ടുപോയിക്കോട്ടെ? ഓ